ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സന്തോഷത്തിലാണ് ഇൻട്രോ പറഞ്ഞെങ്കിലും ആക്ച്വലി നല്ല സങ്കടത്തിലാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ മാറി. വണ്ടിയുടെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പോണാണ്. സ്റ്റോക്ക് കണ്ടീഷൻ ആക്കാൻ വേണ്ടി പോവാണ്. കാരണം നമ്മുടെ ഇവിടെ വണ്ടി ഓടിക്കലൊന്നും ഇവിടെ നടക്കൂലെന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ല. നമ്മൾ ലൈറ്റ്സ് അഴിക്കുന്നു, ബുൾബാർ കട്ട് ചെയ്യണം. ഇത് സ്റ്റോക്ക് ബമ്പർ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ സൈസും മാറ്റണം. പിന്നെ വീല് സ്റ്റോക്ക് ആക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. വീല് മാറ്റും, ടയറല്ല വീല്. അപ്പൊ തന്നെ ടയർ ഉള്ളിലേക്ക് പോയിക്കോളും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ലിംബ്രൈസർ അഴിക്കും. ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. ഇത്ര സാധനങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്ത് നോർമലായിട്ട് സ്റ്റോക്ക് കണ്ടീഷനിലാക്കും. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇന്നത്തെ പരിപാടി. അതിന്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയുടെ സ്റ്റോറി, നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് ആക്കിയ ഒരു കഥ ഞാൻ പറയുന്നതാണ്. അത് ഇതിന്റെ ഇടയ്ക്ക് ത്രൂ ഔട്ടിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. 2017 എനിക്ക് ഈ വണ്ടി ആദ്യമായിട്ട് കിട്ടിയത്. അന്ന് എൻ്റെ അങ്കിൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ട്രാൻസ്ഫോർമേഷൻ ഞാൻ വീഡിയോയുടെ സൈഡിലായിട്ട് ഉൾപ്പെടുത്താം. അപ്പൊ നിങ്ങൾക്ക് കാണാം എങ്ങനെ ഉണ്ടായിരുന്ന വണ്ടിയാണ് നമ്മൾ ഇത്ര ഒരു മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തെടുത്തതെന്ന്. അതുകൂടാതെ നമ്മുടെ വണ്ടി 2018 മോട്ടോർ വെഹിക്കിൾ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്റ്റോറി ഞാൻ പറയാം. ആദ്യം നമുക്ക് ലൈറ്റ് അടിക്കാം. ലൈറ്റിന്റെ ആദ്യമായിട്ട് നമ്മൾ ഇതിന്റെ അടിയില നട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. നമ്മളങ്ങനെ ആദ്യത്തെ നമ്മുടെ ഫോഗ് ലാമ്പ് 6 ഇഞ്ച് ഫോഗ് ലാമ്പ് അഴിക്കുകയാണ്. പിന്നെ ഇതിന്റെ കുറച്ച് ഇതുണ്ട്, ലൈൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പിടിപ്പിക്കണം. എന്നിട്ട് ടാഗ് ചെയ്ത് നമ്മൾ വെക്കും ഓൾറെഡി. ഇല്ലെങ്കിൽ ഷോർട്ടാണ് സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ച് മാസ്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യുക. ഇതൊക്കെ ഒരുപാട് പണിയെടുത്ത് ഇതിന്റെ ബാക്കിലെ കഷ്ടപ്പാട്. ഈ ഒരു ക്ലാമ്പ് അടിക്കാൻ തന്നെ നിങ്ങൾക്ക് ഒരു 10,800 രൂപ കൊടുക്കണം. അതുപോലത്തെ ക്ലാമ്പ് അടിച്ചേക്കണം. ഈ ക്ലാമ്പ് ഇതുപോലത്തെ ക്ലാമ്പ് അടിക്കുന്നവർ വളരെ കുറവാണ്. നിങ്ങൾ ഈ പ്രോഗ്രാമിന്റെ ക്ലാമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ അത്ര പ്രൊഫഷണൽ ആയിട്ട് ചെയ്യിപ്പിച്ച പണികളാണ്. ഇപ്പൊ കണ്ടില്ലേ, ആരിക്കും വേണ്ടാണ്ട് കാട്ടിക്കളയേണ്ട അവസ്ഥയാണ്. ഈ ലൈനൊക്കെ പക്ക അതുപോലെ റിലേറ്റ് കൊടുത്ത ലൈനാണ്. എല്ലാം വർക്കൊക്കെ അതുപോലെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫ്ലഡിലൊക്കെ ഒരുപാട് ഓടിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ വീഡിയോസ് കൊടുക്കാം. ഫ്ലഡിൽ ഓടിയതൊക്കെ നിങ്ങൾക്ക് കാണാം. അതിന്റെ പിറ്റേ വർഷം 2018 തന്നെ എന്നെ പിടിച്ച് 2 മോട്ടോർ വെഹിക്കിളിന്റെ വണ്ടി ഉണ്ടായി. ആദ്യം ഒരു വണ്ടി, ആ കഥ ഞാൻ പറഞ്ഞുതരാം. അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് ജസ്റ്റ് പനമ്പള്ളി കൂടെ പോണ സമയത്ത് മോട്ടോർ വെഹിക്കിൾ വണ്ടി സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി കണ്ട്. അപ്പൊ എനിക്കറിയാം എന്നെ പിടിക്കുമെന്ന്. അപ്പൊ ഞാൻ സൈഡിൽ കൂടെ അവരുടെ നോർമലായിട്ട് പോയി അവരുടെ ബാക്കിൽ ഫോളോ ചെയ്ത് നൈസായിട്ട് വഴി ചെറുതായ സമയത്ത് ക്രോസ് കൊണ്ടുവന്ന് വണ്ടി വെച്ച്. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നീ എന്ത് ചെയ്യണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പഠിക്കണം. എന്നിട്ടാണ് നീ തോന്നിയ വസവൊക്കെ കാണിച്ചു വെച്ചേക്കണമെന്നൊക്കെ ചോദിച്ചു. വണ്ടിയിൽ ലൈറ്റ് ഇതുപോലെ തന്നെ കവേർഡ് ആയിരുന്നു കേട്ടാ എന്നെ പിടിച്ച സമയത്ത്. പിന്നെ ഒരു മോട്ടോർ വെഹിക്കിളിന്റെ വണ്ടിയും കൂടെ വന്നു. അങ്ങനെ ഒരു 10 പേരോളം ഉണ്ടായിരുന്നു. അവരെന്തോ അവിടെ ഒരു ഇതൊക്കെ നടക്കണായിരുന്നു. എനിക്ക് ഇന്നും ഓർമ്മയുണ്ടായിരുന്നു. അത് 2ാമത്തെ വണ്ടി വന്നപ്പോ അയാൾ വന്നിട്ട് സെൽഫി അടിച്ച, സാർ ഞാൻ ഒരു വണ്ടി കണ്ടു സാർ, അതിനെ കൈ കാണിച്ചു സാർ, എന്നിട്ട് ഞാൻ ആ ഫോളോ ചെയ്ത് പിടിച്ചു സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിട്ടാണ് അന്ന് അവര് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവരുടെ ട്രെയിനിങ് എന്തോ നടക്കുന്ന സമയത്ത് എന്നെ പിടിച്ചത്. അന്ന് ഈ ലൈറ്റ് ഞാൻ ഇതുപോലെ അടച്ചു വെച്ച ലൈറ്റ് ആയിരുന്നു. എന്നെ കൊണ്ട് ഈ ലൈറ്റ് തുറപ്പിച്ച്, എന്നിട്ട് നിന്റെ ലൈറ്റൊക്കെ ഒന്നിട്ടേ കാണട്ടെ എന്നും പറഞ്ഞ ലൈറ്റ് ഇടിച്ചിട്ട് അതെടുത്ത് ഫോട്ടോ പത്രത്തിൽ കൊടുത്ത ടീമാണ്. അത് നിങ്ങൾ ആലോചിക്കണം. പക്ഷെ അവനൊരു സാമൂഹ്യ വിരോധിയാക്കി. ഈ ലൈറ്റൊക്കെ ഞാൻ റോട്ടിൽ കൂടെ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇതൊക്കെ കവേർഡായിരുന്നു ആ സമയത്ത്. എന്ത് ചെയ്യാൻ പറ്റും, വിധി. അടുത്ത ലൈറ്റും റിമൂവ് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ലൈനൊക്കെ കണ്ട, ഇതൊക്കെ മാസ്ക് ചെയ്യാനുള്ള ലൈൻ. അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ മാസ്ക് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം നല്ല കൃത്യമായിട്ട് മാസ്ക് ചെയ്ത് ടാഗ് അടിക്കും ഞാൻ. ഇപ്പം ഞാൻ ജസ്റ്റ് മാസ്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അതിനിടെ നമ്മൾ ടാഗ് അടിച്ച് മാറ്റി സേഫായിട്ട് വെക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് കരയണോ ചിരിക്കണോ എന്ന് അറിയാൻ പാടില്ല. കാരണം ആ ഒരു സെറ്റപ്പിൽ നിന്ന് വണ്ടിയുടെ ലൈറ്റ് പോയപ്പോൾ തന്നെ നല്ല വൃത്തിയേടായി അല്ലടാ. പക്ഷെ ഉണ്ടല്ലോ, ഇതൊരു തിരിച്ചു വരവിന് വേണ്ടിയുള്ള ഫോക്കാണ് അല്ലേ പോലെ. ഇതിലും പവറിൽ നമ്മൾ തിരിച്ചു വന്നിരിക്കും. അത് ഉറപ്പിച്ചോ നിങ്ങള്. കാരണം ഈ കഴിഞ്ഞ ദിവസം അത് അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കണ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഏതാണ്? ഉറപ്പാണ്. സത്യം ഞാൻ പറഞ്ഞ MVD വർക്കാത്ത ഏത് മനുഷ്യനെ ഈ ലോകത്തുള്ളൂ. ഇപ്പൊ ടയർ ചാടി എന്ന് പറഞ്ഞ ഓവറായിട്ടൊന്നും ചാടിയിട്ടൊന്നുമില്ല. ഇതിനകത്ത് ആവശ്യത്തിന് ട്രാവലിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ കൂടും. ഇപ്പൊ ഈ ഒരു അല്ലേ അത് നോക്കിയാണ് ചാട്ടം പറഞ്ഞപ്പോ. അല്ലാതെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയായിട്ട് ആരും റാഷ് ഡ്രൈവ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. റാഷ് ഡ്രൈവ് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയായിട്ട് ആരും റാഷ് ഡ്രൈവ് ചെയ്യാൻ പോകില്ല. കാരണം അത്രയ്ക്കും ബോധമുള്ളവന്മാർ തന്നെ ഈ മോഡിഫിക്കേഷൻ ചെയ്യത്തുള്ളൂ. അല്ല, മോഡിഫൈഡ് ആയിട്ടുള്ള എത്ര വണ്ടി ഇടിച്ചിട്ടുണ്ട്, നോർമൽ ആയിട്ടുള്ള എത്ര വണ്ടി ഇടിച്ചിട്ടുണ്ട്, ഒരുപാട് അങ്ങനെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഈ ടൂറിസ്റ്റേഴ്സിന്റെ കേസ് തന്നെ വെള്ളം അടിച്ചിട്ട് അപകടം കുറയെന്ന് പറഞ്ഞിട്ട് അപകടം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, KSRTC കഴിഞ്ഞ് നടക്കണ്ടല്ലേ, ഒരു പിള്ളേര് സഞ്ചരിച്ച ഒരു സ്കൂൾ ബസിന്റെ പുറകെ വന്നിടിച്ചു.
അതിനൊന്നും കുഴപ്പമില്ല. അതിനൊന്നും പ്രശ്നമില്ല. അതിപ്പോ ആ സ്കൂൾ ബസ് ഇപ്പൊ മറിഞ്ഞ പിള്ളേർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ പോലും ഗവൺമെന്റ് ഒന്നും പറയത്തില്ല. അല്ല, വേറൊരു കാര്യം, ഞാൻ MBD ബഹുമാനിച്ചാനേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടത്തുള്ള എല്ലാവരും എന്താണ് ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയാലും മിനിസ്റ്റേഴ്സ് ആയാലും സാധാരണ സിവിലിയൻസിനായാലും എല്ലാവർക്കും ഒറ്റ റൂളായിരുന്നെങ്കിൽ ഞാൻ ബഹുമാനിച്ചാണ് MBD കൂടെ നിന്നാനെ. ഇതൊരുമാതിരി ഞാൻ പറയാനുള്ള ഒന്നും. ഇതെന്താ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം, ബുൾബാർ കട്ട് ചെയ്യാൻ പോകാം അടുത്ത്. അപ്പൊ നമ്മളടുത്ത കട്ടിങ് പരിപാടി ചെയ്യാൻ പോണാണ്. ഈ സാധനമൊക്കെ ഇടുമ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഇടാൻ. ഇതാരും ഇത് കണ്ടിട്ട് യൂസ് ചെയ്തത്, കാരണം എനിക്ക് യൂസ് ചെയ്തത് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും പരിചയം ഇല്ലെങ്കിൽ ഇത് ചെയ്യരുത്, എവിടെയെങ്കിലും കടയിലൊക്കെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കട്ടറൊക്കെ നല്ല ടൈറ്റ് ചെയ്യുക. പിന്നെ ഞാൻ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. എടാ ഓൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു ചെറിയ ഇടിക്കും, നമ്മൾ ഇപ്പുറത്ത് അടിക്കും, എന്നിട്ട് ഇത് ഒടിച്ചെടുക്കാൻ മതി. സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ എടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വയറ് വലിച്ചേക്ക്. അങ്ങനെ നമ്മളുടെ ബുൾബാറിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പയ്യെ നമ്മളൊന്ന് പൊക്കിയിട്ട് ഒന്ന് താത്തിയെടുത്ത സാധനം ഉരുക്കിട്ടും. അങ്ങനെ ബുൾബാർ അഴിച്ചിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടില്ലേ? ഇനി ബാക്കിയുള്ള മൊത്തം നമ്മൾ അഴിച്ച് ഇതുപോലെ എടുക്കാം. നോക്കാം. ടയർ ഇത്രയും ചാടി കിടക്കണ കാര്യം തന്നെ ഇതിന്റെ വീലാണ്, അല്ലാതെ ടയറിന്റെ അല്ല ഇത്രയും ചാട്ടം. ഇപ്പൊ നമ്മൾ ഇതില് നോർമല് ബൊലേറോടെ സ്റ്റീൽ വീൽസ് എടുത്തിടും. ഇതും സ്റ്റീൽ വീൽ തന്നെയാണ്, പക്ഷെ ഇത് ഓഫ് റോഡ് സ്റ്റീൽ വീൽസ് ആണ്. നമ്മൾ ഇനി ഇടാൻ പോകുന്നത് സ്റ്റോക്ക് ബൊലേറോടെ വീലിടുമ്പോൾ തന്നെ ഈ ടയർ ഉള്ളിലേക്ക് പോകും. മറ്റേ കട്ട് ചെയ്തപ്പോൾ ഇത്തിരി മേത്തായ അടുത്തായിട്ട് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീലും ടയർ ഷോപ്പിൽ പോവും, വീല് മാറ്റും. അതിനുശേഷം നമ്മൾ പിന്നെ ലിംബ്രൈസറൊക്കെ അഴിക്കണം. ലിംബ്രൈസർ ഞാൻ കാണിച്ചുതരാം. എനിക്ക് ഇതാണ് ലിംബ്രൈസർ. ഇത് രണ്ടും നമ്മൾ അഴിക്കും. ബാക്കി എന്നിട്ട് ബാക്കി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫുള്ള് പരിപാടി ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. അതെ, മൊത്തം നല്ല, സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം ഇത്ര വലിയൊരു സംഭവം ഇത്ര നാള് 6 വർഷത്തോളം നമ്മൾ ഈ റോഡിലിട്ട് ഓടിച്ച് നടന്നിരുന്നത് സാധനം പൊളിച്ച് ഇതുപോലെ ആക്കുമ്പോൾ ഉണ്ടാവണ വിഷമം വണ്ടീനെ സ്നേഹിക്കണം എല്ലാവർക്കും ആക്ച്വലി അത് മനസ്സിലാവും എൻ്റെ വിഷമം എന്താണെന്ന്. ഇതിപ്പോ മൊത്തം മാറ്റി കഴിയുമ്പോ കാണാം അല്ലേ? എനക്ക് വിഷമില്ല, എനക്ക് വിഷമില്ല, എല്ലാവർക്കും വിഷമമുണ്ട്. എന്ത് പറയാനാ, വിധി ആവശ്യത്തിന് ഇവിടെ അറിയാം. ഈ വണ്ടിയുടെ ഓരോ ചേഞ്ചസും, ഇപ്പൊ ഇതിന്റെ ഒരു ബമ്പർ മാറ്റണമെങ്കിൽ പോലും അതിന്റെ ചേഞ്ചസ്, ബമ്പർ ഊരിയിട്ട് വണ്ടി ഓടിച്ച സീൻ, അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. സത്യം. അത് ഫ്ലഡിന്റെ സമയത്തൊക്കെ നിങ്ങൾ അതിനും മാത്രം ഈ വണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. ഞാൻ ഇവനുണ്ടായിരുന്നു, എൻ്റെ ഒപ്പം വന്ന എല്ലാവർക്കും അറിയാം. ഒരുപാട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ കുറേ പേര് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഫ്ലഡിൻ്റെ സമയത്തൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു ലെവലിലുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതുപോലെ പോകുന്നത്. എന്തായാലും ബാക്കി നമുക്ക് ഇനി ടയർ ഷോപ്പിൽ ചെന്നിട്ട് കാണാം. ടയേഴ്സിലാണ് ഇവിടെ നമ്മുടെ വണ്ടിയുടെ വീലൊക്കെ മാറ്റുകയാണ്, നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് നമ്മൾ നോർമലായിട്ടുള്ള ഡ്രം വീൽ ഞാൻ ബാക്കിൽ തന്നെ ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ആ വീല് കയറ്റും. ഈ വീല് 4 അഴിച്ചിട്ട് ഇത്ര ചാട്ടം നിങ്ങൾക്ക് വന്നേ കാണിച്ചു തരാം. ഇത്ര ചാട്ടം ഇനി ഉണ്ടാവില്ല. ലാസ്റ്റ് കാണണമെങ്കിൽ നിങ്ങൾ കണ്ടോ, ഇത്ര ചാട്ടം ഉണ്ട് ഇപ്പൊ ടയറിന്. നോർമലായിട്ടുള്ള വീലിട്ട് കഴിയുമ്പോഴേക്കും ഇത്രയും ചാട്ടം വളരെയധികം കുറയും. അതാണ് സംഭവം. അപ്പൊ നിങ്ങൾ നോക്കിക്കോ. അപ്പൊ നമ്മൾ ഇനി വീലെടുക്കാൻ വേണ്ടി പോകണമെങ്കിൽ 4 വീല് ഞാൻ കയറ്റി വെച്ചിട്ട് സേഫ്റ്റി കണ്ടി വെച്ചാണ്. പണ്ടൊക്കെ എടുത്ത് വെച്ച സാധനം, പൊടിയൊക്കെ ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. നേരത്തെ ആടാ തിണ്ടി പിടിച്ച അങ്ങനെ നമ്മള് 4 വീല് ഇറക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും. ഇത്ര പൊടിയൊക്കെ ഉണ്ട്. കൊണ്ടന്ന് വെച്ചോടാ ഇറക്കി. അങ്ങനെ വീലൊക്കെ എടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുക്കണം പിള്ളേര്. ഉച്ചക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ മേടിച്ചു കൊടുക്കാം എന്നാണ് എന്റെ ആഗ്രഹം. ടയർ പോണ പോക്ക് കണ്ട മുതലാളി, എന്റെ പോയി, എല്ലാം പോയി. ഫ്രണ്ട് ടയറും ഊരിയെടുക്കാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ടയറില്ല, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ടയറും ഇപ്പൊ ഊരിയെടുക്കും. എന്നിട്ട് നോർമൽ വീല്, മൊത്തം നോർമൽ വീലാകുമ്പോഴേക്കും വണ്ടി നല്ല ലംബായിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ തന്നെ ഓരോരോ സാധനം ഊരിപ്പോകുമ്പോ ഓരോരോ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. കഴിഞ്ഞ ഓക്കെ. ഇത് 2 വീലിന്റെയും വ്യത്യാസം കണ്ട. ഇത് 8J വീലും ഇത് ഒരു 5.5J ഒക്കെ ഉണ്ടാവുള്ളൂ. അത്ര വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മളിപ്പോ കിടന്നിരുന്ന വീല്, ഇത് സ്റ്റോക്ക് വീല്.
ഇതിന്ന് ടയർ മാറി ഇതിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ഒട്ടും. അതാണ് സംഭവം. അപ്പൊ കാണാം, നമുക്ക് കയ്യിലേക്ക് കയറ്റാൻ വേണ്ടി പോവാം. എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞാലോ എന്നുണ്ട് നല്ല രീതിയിൽ. സത്യം പറയാലോ, സത്യമായിട്ട് പൊട്ടിക്കരഞ്ഞാലോ എന്നുണ്ട്. ആ ഒരു അവസ്ഥയായിരിക്കും. കാരണം ഇതിന് എനിക്കറിയാം എന്തായിരിക്കും ഇതിന്റെ ലുക്ക് എന്ന്, ഔട്ട്ലുക്ക് വരാൻ പോണെന്ന്. അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വീലൊക്കെ മാറ്റി ഇത് നോർമൽ ആയിട്ടുള്ള വീല് കയറിയപ്പോ ടയർ കണ്ടോ ഉള്ളിലേക്ക് പോയത്. നേരത്തെ ടയർ എന്തോരം ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പൊ ഈ ടയർ കയറിയപ്പോ നോക്കിയേ, ഈ വീലിലേക്ക് ഈ ടയർ എടുത്തിട്ടപ്പോഴേക്കും ഇത്രം ഉള്ളിലേക്ക് പോയി. മറ്റേതിന് നല്ല പ്രൊജക്ഷൻ ആയിരുന്നല്ല. എന്തൊരവസ്ഥയാണ് നോക്കിയ മനുഷ്യന്റെ. ആഹാ, വണ്ടിയുടെ ലുക്കൊക്കെ പോയില്ലേ, നല്ല സൂപ്പറായിട്ട്. ഇതാണ് ആക്ച്വലി വേണ്ടത്. കണ്ട അപ്പുറത്ത് ഇപ്പുറത്ത് വീലിന്റെ ചാട്ടം വ്യത്യാസം കണ്ട. വീല് മാറിയപ്പോ തന്നെ ടയറിന്റെ ചാട്ടം മാറി കണ്ട. അതാണ് ആ ഒരു വീലിന്റെ ഗുണം. ജയുടെ വ്യത്യാസമാണ് കാണിക്കണത്, ജയുടെ വ്യത്യാസം. എങ്ങനെ ഉണ്ടായ വണ്ടിയായിരുന്ന സത്യം കേട്ടോ, നല്ല സങ്കടം. നിങ്ങൾ വണ്ടി അവിടെ നിന്ന് ഓടി വന്നെ കണ്ടോ, കണ്ണ് നിറഞ്ഞു. എത്ര കൊല്ലത്തെ പണിയാന്നറിയോ? 6 കൊല്ലത്തെ പണിയാണ് ആ വണ്ടി ഇപ്പൊ കാണിച്ചത്. ഏകദേശം 1,75,000 രൂപ മുടക്കിയിട്ടുണ്ട് പല പ്രാവശ്യങ്ങളായിട്ട്. കൂട്ടി വെച്ച പൈസ ഉണ്ടാ കഷ്ടപ്പെട്ടു. എടാ നീ ആ വണ്ടിയുടെ ലുക്ക് തന്നെ നോക്കിയടാ. ഒരു സൈഡിലെ ലുക്ക് നോക്ക്, വേറെ സൈഡിലെ ലുക്ക് നോക്ക്, മൊത്തം അലമ്പായിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ കോമഡി അല്ലേ? ഒരു വീല് പോയാൽ തീരാന്നുള്ള എല്ലാ വണ്ടിയുടെ ലുക്ക് ഉറപ്പാണ്, 100%. ഏത് വണ്ടി എത്ര മോഡിഫൈ തരണോ, അലോയ്സ് മാറ്റി നോർമൽ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ കൂടിയ വീല് മാറ്റി നോർമൽ വീലിലേക്ക് എടാ പക്ഷിയില്ലേ, ഞാൻ പറയട്ടെ, ഇത് ഒരു തിരിച്ചു വരവിനുള്ള പോക്കാണ് മോനെ. ഇനി ബാപ്സിന്റെ അടുത്ത് കൊണ്ടുപോയിട്ടില്ലേ, അടുത്ത പ്രാവശ്യം ഈ വണ്ടി ആ കാട്ടാനെ പോലെ ആക്കും. നോയിക്കോ, ഒന്നെങ്കിൽ കാട്ടാന, അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കിടിലൊരു സാധനം ഞാൻ ഇറക്കും. പണ്ടൊക്കെ ഈ മിറി കൂടെ നോക്കുമ്പോ ബാക്കിൽ ടയർ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പൊ ടയർ കാണാനല്ല. അപ്പൊ ഞാൻ ചോദിക്കണായിരുന്നു, അവന്മാര് ടയർ ഇട്ടില്ലേത്. അവലെങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? ഭയങ്കര ശോകല്ലേ. ഫ്രണ്ടിൽ നേരത്തെ രണ്ട് നമ്മുടെ കണ്ണൊക്കെ ഉണ്ടായിരുന്നു. കണ്ണ് മീൻസ് ഇതായിരുന്നു, ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ലൈറ്റ് ഒന്നും ഇല്ല. ഇവന്മാരൊക്കെ ബാക്കി ഇരിപ്പുണ്ട്. എന്താണ് അഭിപ്രായം വണ്ടി? അത് സത്യം. ഇനിയും ഇംബ്രൈസറൊക്കെ അയച്ചു ചെയ്യുമ്പോ തന്നെ ഒരു ഇതില്ലാത്ത പോലെ എന്തായാലും ഉറപ്പാണ്. വണ്ടിയുടെ കംഫോർട്ട് പറഞ്ഞു, ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം. തോക്കൊക്കെ എടുത്ത് വെടിവൊക്കെ അല്ലേ. ഇനി ഞാൻ ഇന്ന കേസ് എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ തന്നെ വയ്യ. എനിക്ക് ശരിക്കും സൈൻ ഓഫ് പറയാൻ തന്നെ സങ്കടം തോന്നുന്നു, വയ്യ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വണ്ടി ഇതേണ്ട ഇങ്ങനെ ആക്കി എടുത്ത്, എങ്ങനെ ഉണ്ടായ വണ്ടിയാന്ന് നിങ്ങൾക്ക് അറിയാലോ, മൊത്തം അലമ്പാക്കി എടുത്ത്. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ തന്നെ എനേബിൾ ചെയ്താൽ നമ്മളുടെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ അപ്ഡേറ്റ്, ഇനിയുള്ള അപ്ഡേറ്റ് ഒക്കെ വീഡിയോസിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരും ഫോളോ ഒന്ന് ചെയ്യണം. ബൈ, സീ യു.